അറിവിൻ അത്ഭുത നർത്തന നിരയാ കലതൻ ഉജ്ജ്വല വർണ്ണത്തിരവാ അറിവിൻ അത്ഭുത നർത്തന നിരയാ കലതൻ ഉജ്ജ്വല വർണ്ണത്തിരവാ ഈ മണ്ണിൽ നിറമായിടട്ടെ അഴകായിടട്ടെ നിലാ അറിവിൻ അത്ഭുത നർത്തന നിരയാ കലതൻ ഉജ്ജ്വല വർണ്ണത്തിരവാ ഈ മണ്ണിൽ നിറമായിടട്ടെ അഴകായിടട്ടെ നിലാ ഒന്നായി പാടാമീ ഗാനം ഇന്നിനി വാഴ്ത്താമീ സുഹൃതം സ്വരപത്മത്തിന്നിതൾ ചേർത്തിനിയും സ്നേഹവസന്തം തീർത്തിടാം ഉയരും ഹൃദയത്തൊടി താളം ഉണരും നടനത്തിരമേളം ഉയരും ഹൃദയത്തുടി താളം ഉണരും നടനത്തിരമേളം നന്മ വിളക്കിൻ തിരിനാളം Parade! Attention! General salute! Band salute! Standing! അറിവിൻ അത്ഭുത നർത്തന നിരയാ കലതൻ ഉജ്ജ്വല വർണ്ണത്തിരവാ അറിവിൻ അത്ഭുത നർത്തന നിരയാ കലതൻ ഉജ്ജ്വല വർണ്ണത്തിരവാ ഈ മണ്ണിൽ നിറമായിടട്ടെ അഴകായിടട്ടെ നിലാ അറിവിൻ അത്ഭുത നർത്തന നിരയാ കലതൻ ഉജ്ജ്വല വർണ്ണത്തിരവാ ഈ മണ്ണിൽ നിറമായിടട്ടെ അഴകായിടട്ടെ നിലാ
ഒന്നായി പാടാമീ ഗാനം, ഇന്നിനി വാഴ്ത്താമീ സുഹൃതം. വിളക്കിൻ തിരിനാളം കലതൻ ഉജ്ജ്വലവർണ്ണ തികവായി കലതൻ ഉജ്ജ്വലവർണ്ണ തികവായി ഈ മണ്ണിൽ നിറമായിടട്ടെ അഴകായിടട്ടെ ഇനി നാം. സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂളിൻ്റെ ദശവത്സര ആഘോഷ പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ അറിയിക്കുകയാണ്. ഞാൻ ഈ സ്കൂളിൽ വരുന്നത് ആദ്യമായിട്ടാണെങ്കിലും ഈ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും എനിക്ക് വളരെ നേരിട്ട് തന്നെ അറിയാം. എല്ലാ വർഷത്തെയും അഡ്മിഷന് എൻ്റെ ഒരു കത്തെങ്കിലും ഈ സ്കൂളിൽ കാണും. അങ്ങനെ വളരെ അടുത്ത രക്ഷകർത്താക്കളിൽ നിന്ന് ഈ സ്കൂളിൻ്റെ ഉന്നത നിലവാരത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തുന്ന ചുരുക്കം ചില സ്കൂളുകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ഒട്ടും അപ്രധാനമല്ലാത്ത സ്ഥാനത്ത് നിങ്ങളുടെ ഈ സ്കൂൾ ഉണ്ടായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർ ഭാഗ്യമുള്ളവരാണ്. ഏറ്റവും നല്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നല്ല അച്ചടക്കം, നല്ല ശിക്ഷണം, സ്വഭാവ രൂപീകരണത്തിലെ മഹത്വം ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കാനുള്ള അവസരം കിട്ടിയ ഭാഗ്യം കിട്ടിയവരാണ് നിങ്ങൾ ഓരോരുത്തരും എന്നത് ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വളരെ മുന്നിൽ നിൽക്കുമ്പോഴും നമുക്കുള്ള കുറവ്, നമ്മുടെ നിലവാരം, ആ ഉന്നത നിലവാരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നില്ല.
അപ്പോൾ ഇന്ന് നമ്മളതൊരു വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ട് ഉന്നത നിലവാരം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നേടിയെടുക്കുക. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഏറ്റവും വിപ്ലവകരമായ തീരുമാനമാണ്, ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന തീരുമാനമാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തത്. പക്ഷേ അതിൻ്റെ പ്രാധാന്യം നമുക്കിവിടെ മനസ്സിലാകത്തില്ല. കാരണം ഇവിടെ എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്ന കുട്ടികളാണ്. വടക്കേ ഇന്ത്യയിൽ അത് 50%, 60%, പരമാവധി വന്നാൽ 70% വന്ന് നിൽക്കുക. കേരളത്തിൽ എല്ലാ പെൺകുട്ടികളും സ്കൂളിൽ പോകുന്നവരാണ് എന്ന് പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ അത്ഭുതപ്പെടാറുണ്ട്. അവരുടെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് വിദ്യാർത്ഥിനികളെ സ്കൂളിൽ അയക്കുക, അവരുടെ വിദ്യാഭ്യാസം തുടരുക എന്നുള്ളത്. വളരെ ബുദ്ധിമുട്ടി സ്കൂളിലേക്ക് അയച്ചാലും അധികം കഴിയാതെ ആ പഠനം നിർത്തുന്ന രീതി അവിടെ ഉണ്ട്. അപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ഇന്ത്യ ഒട്ടാകെ വലിയ പ്രാധാന്യമാണ്. പക്ഷേ നമുക്കിവിടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഇന്ന് ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിവിടെ സെക്കൻഡ് ജനറേഷൻ പ്രോബ്ലംസ് ആണുള്ളത്. നമുക്ക് അടുത്ത നടപടികളിലേക്കാണ് നമുക്ക് നീങ്ങേണ്ടത്. അത് ഏറ്റവും മുഖ്യമായിട്ടുള്ളത് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം. സംസ്ഥാനത്തെ ഗവൺമെൻറ് സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകൾ നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു നല്ല പങ്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുന്നു. അതൊരിക്കലും പാഴ്ചെലവല്ല. പക്ഷേ ആ ചെലവ് നമുക്ക് പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നു എന്ന് വരുത്താൻ നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളുടെയും എയ്ഡഡ് സ്കൂളുകളുടെയും നിലവാരം ഉയർത്തിക്കൊണ്ട് വരേണ്ട സംഗതിയുണ്ട്. അപ്പോൾ ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് നടത്തേണ്ട സമയത്താണ് സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂൾ മറ്റു സ്കൂളുകൾക്ക് മാതൃകയാകത്തക്ക വിധത്തിൽ ഏറ്റവും നല്ല വിജയകരമായ പ്രവർത്തനത്തിലൂടെ 10 വർഷം പൂർത്തിയാക്കി ദശവത്സരാഘോഷങ്ങൾ കൊണ്ടാടുന്നത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇവിടെ ഈ പരിപാടി നിങ്ങളുടെ ഏൽക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പല പരിപാടികൾ ഏറ്റുപോയി. എന്നാലും ഈ സ്കൂളിലെ ഫംഗ്ഷന് വിളിച്ച സാഹചര്യത്തിൽ ഞാൻ വരണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് അല്പം നേരത്തെ പോകുന്നത് നിങ്ങൾ സദയം ക്ഷമിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ സ്കൂളിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ വിജയങ്ങളും, നിങ്ങൾക്കൊരു നല്ല ഭാവി, കടുത്ത ജീവിത മത്സരത്തിലാണ് നിങ്ങൾ വിദ്യാഭ്യാസ രംഗത്തും തുടർന്നും നിങ്ങൾ നേരിടാൻ പോകുന്നെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു നല്ല ഭാവി നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അതിന് നിങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും ആ രംഗങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.